ഈ വീഡിയോ അമേരിക്കയിൽ നിന്നുള്ളതാണ്. ഈ പുള്ളിക്കാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ടൂറിസ്റ്റ് വിസയിൽ പോയതാണ്. അവിടെ ടാർജറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ട്. അവിടെ നിന്ന് പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ കക്കുക ചെയ്തത്. എങ്ങാണ്ട് 1,00,000 ഇന്ത്യൻ റുപ്പീസിൽ 1,10,000 രൂപയുടെ സാധനങ്ങൾ പുള്ളിക്കാരി ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കട്ട്. അപ്പോൾ മുഖത്തിൽ നിന്നൊക്കെ കാണാം കല്ല് വെച്ച നുണയാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ പുള്ളിക്കാരി പിന്നെ അത് ന്യായീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. പുള്ളിക്കാരി പറയുന്ന നേരത്ത് പുള്ളിക്കാരിയെ വെറുതെ വിടാനൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷേ അവിടെ എന്ന് പറയുന്ന നേരത്ത് നിയമം എന്ന് പറഞ്ഞാൽ മുതല പിടിച്ച പോലെ കയറി പിടിക്കും. അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുന്ന നേരത്ത് ഇത് ലോകം മുഴുവനും ഇത് വൈറലായി, ഈ വീഡിയോ വൈറലായി. അതിനകത്ത് നമ്മളിപ്പം ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, അതായത് കുറ്റവും ശിക്ഷയും ഒരു അനുപാതകം അത് വേണം, അതെന്തായാലും ഒരു നിർബന്ധമാണ്. ഇത് എനിക്ക് തോന്നുന്നു വളരെ കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് അത് പണിഷ്മെൻറ്റ് വളരെ, ശിക്ഷ വളരെ കൂടിപ്പോയി. കാര്യം വേറെ ഒന്നുമില്ല, ഇത് മുഴുവനും ലോകം മുഴുവനും സർക്കുലേറ്റ് ചെയ്തു. വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്ന നേരത്ത് അവർ വിശ്വസിക്കുന്നത് തന്നെയാന്ന് പറയുന്ന നേരത്ത് എല്ലാവരും ഡിഫോൾട്ടായിട്ട് പാപികളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് ലീക്കായിപ്പോയി അവരെ മീൻസ് ഇപ്പോൾ ഞാൻ കേട്ടിരിക്കുന്നതെന്ന് പറയുന്ന നേരത്ത് ഈ പുള്ളിക്കാരിക്ക് ഒരു മോളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അവരെ ഭാവിയും കൂടി ഇത് മീൻസ് ഈ വീഡിയോ ലോകം മുഴുവനും കാണിച്ച് അവരെ ഭാവിയും കൂടി നശിപ്പിച്ചില്ലേ, അത് എന്തുകൊണ്ട് ആലോചിച്ചില്ലെന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് ആ ശിക്ഷ ഒരു പ്രൊപ്പോർഷനില്ല, അനുപാതകമല്ല. ശരിക്കും പറഞ്ഞാൽ ശിക്ഷ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടാണ് ശിക്ഷ വരുന്നത്. അത് എന്ന് പറയാൻ നേരത്ത് വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ശരിയാണ്, പുള്ളിക്കാരി തെറ്റുകാരിയാണ്, അതിൻ്റെ പണിഷ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ പണിഷ്മെൻറ്റ് ഇപ്പോഴത്തെ എന്ന് പറയാൻ നേരത്ത് സോഷ്യൽ മീഡിയയൊക്കെ വന്ന കാരണം മീൻസ് ഒരു അതെന്തോ സംതിങ് റോങ് വിത്ത് ഇറ്റ്, എന്തോ ഓഡ് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.